हमारे हो गए बाबा के हम, बाबा हमारे हो गए बाबा के हम, बाबा हमारे हो गए। मिट गई माया की आंधी, मिट गई माया की आंधी, गम सभी वो खो गए बाबा के हम, बाबा हमारे हो गए बाबा के हम, बाबा हमारे हो ഓം ശാന്തി. ജഗദീഷ് ഭായി, ഇന്ന് നമ്മളെല്ലാവരോടും പറയണത്, ഹൃദയം നിറഞ്ഞ് നിങ്ങൾ ബ്രഹ്മബാബയോട് നന്ദി പറയൂ എന്നാണ്. ആവോ ആജ് ഹം സബ്, ഇന്ന് നമുക്കെല്ലാവർക്കും മധുരമായ ബാബയോട് ഉള്ളുകൊണ്ട് അവരവരുടെ പ്രാണന് തുല്യം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അവരവരുടെ ഓരോ രോമസഹിതം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ബാബയോട് കൃതജ്ഞത അർപ്പിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഇത്രയും ആത്മീയ സ്നേഹത്തോടു കൂടി നമ്മളെ ബാബ മധുരമായ മക്കളെ എന്ന് വിളിക്കുന്നില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം अपनी सर्व संपत्ति और सर्वस्व लगा दिया, हमारे लिए हमने संपत्तिमय जीवन को समाप्त कर अपनी नींद व अपने आराम को छोड़कर लोगों की, കാരണം ബ്രഹ്മബാബ എന്താ ചെയ്തത്? തൻ്റെ സർവസമ്പത്തും സർവസ്വവും യജ്ഞത്തിൽ സമർപ്പിച്ചു. നമുക്കായി ബാബയുടെ സമ്പന്നമായ ജീവിതത്തെ സമർപ്പിച്ചു. ബാബ തൻ്റെ ഉറക്കവും വിശ്രമവും എല്ലാം നമുക്കായി ഉപേക്ഷിച്ചു. എത്ര ആൾക്കാരുടെ നിന്ദ, കടുത്ത വാക്കുകൾ, വിരോധം, ഉപദ്രവങ്ങളെല്ലാം സഹിച്ചു. എന്തിന്? മക്കളെ മനുഷ്യൻ നിന്ന് ദേവതയാക്കി മാറ്റാൻ തൻ്റെ എല്ലുകൾ ഈ യജ്ഞത്തിന് നൽകി. ആ ഓരോ അസ്ഥികളും ശാന്തി സ്തംഭമായി മാറി. ഇന്ന് ആ ശാന്തി സ്തംഭത്തിലൂടെ ബാബ വിശ്വത്തിന് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്കും സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തപസ്യയുടെയും ഏകതയുടെയും പുതിയ പ്രാണനാണ് ബാബ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ബാബയോട് അല്ലേ ഉള്ളുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം. അടുത്ത പോയിന്റ്, ധൻ की बचत के साथ साथ സങ്കല്പോं की बचत. ധനം മാത്രമല്ല ബാബ മിച്ചപ്പെടുത്തിയിരുന്നത്, സങ്കല്പങ്ങളിലും ബാബ മിച്ചം വയ്ക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ബാബയുടെ ജീവിതം മുഴുവൻ വളരെ സാധാ
ലളിത ജീവിതമായിരുന്നു. പക്ഷേ മനസ്സ് അത്യന്തം സരളമായിരുന്നു. ബാബയ്ക്ക് തൻ്റെ മുറി, തൻ്റെ വസ്ത്രം, തൻ്റെ ഭക്ഷണം, ഇതിനെല്ലാം വളരെ മിനിമം ചെലവ്, വളരെ ലാളിത്യം നിറഞ്ഞത്, വെള്ളവസ്ത്രധാരി, അല്പാഹാരി, ഇതൊക്കെയായിരുന്നു ബാബയുടെ വിശേഷണങ്ങൾ. പക്ഷേ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു ബാബയുടേത്? തൻ്റെ പ്രാക്ടിക്കൽ ജീവിതത്തിലൂടെ ആയിരക്കണക്കിന് മക്കൾക്ക് ബാബ പ്രേരണ സ്രോതസ്സായി മാറി. ബാബയിലൂടെ നിശ്ചയിക്കപ്പെട്ട യൂണിഫോം, വെള്ളവസ്ത്രം, വൃത്തിയുടെയും ശുദ്ധിയുടെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായിരുന്നു. ബാബ പറയുമായിരുന്നു, കളർ വസ്ത്രങ്ങളാണെങ്കിൽ വെറൈറ്റി ഉണ്ടാവും, വിലയും കൂടുതലായിരിക്കും. അല്ലേ? അതിൽ ചോയ്സും ജാസ്തിയാണല്ലോ എല്ലാവർക്കും. ശ്വേതവസ്ത്രം യൂണിഫോം ആക്കുമ്പോൾ ബാബയ്ക്കത് ഇത്ര ഇഷ്ടമായിരുന്നു. ഈ യൂണിഫോം ചൂണ്ടിക്കൊണ്ട് നൽകിക്കൊണ്ട് ബാബ ഇസ് നിർധൻ ഭാരത് കെ ഖസാരു, നിർധന അവസ്ഥയിലേക്ക് എത്തിയ ഭാരതത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നരനാരിമാർക്ക് ബാബ ഈ വെള്ളവസ്ത്ര യൂണിഫോമിലൂടെ ലാളിത്യത്തിൻ്റെ, പരിശുദ്ധിയുടെ പാഠം പഠിപ്പിക്കുകയായിരുന്നു. ജ്ഞാനമാകുന്ന അലങ്കാരങ്ങൾ ആത്മാവിന് നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് പേരെ സ്വ ഇച്ഛയാൽ ഫാഷനിൽ നിന്ന് ബാബ മുക്തമാക്കി. ആഭരണങ്ങൾ മാത്രമല്ല, ഫാഷൻ ജീവിതത്തിൽ നിന്നും മുക്തി കിട്ടി. മെജോറിറ്റി കുട്ടികളും കയ്യിൽ വാച്ച് കെട്ടുന്നത് പോലും ഉപേക്ഷിച്ചു. കാരണം എല്ലാ സ്ഥലങ്ങളിലും വാച്ചുണ്ടല്ലോ, പിന്നെ എന്തിന് കയ്യിലൊരു വാച്ച്? അതിനുവേണ്ടി വീണ്ടും എന്തിനൊരു ചെലവ്? അതും ലാഭിക്കാമല്ലോ. വാച്ച് കെട്ടി അതും ഇനി ഒരു ശൃംഗാരമാക്കി എന്തിന് കാണിക്കണം? അതിനുവേണ്ടി എന്തിന് പൈസ ചെലവാക്കണം? സമയമറിഞ്ഞാൽ പോരെ, അതിനെല്ലായിടവും വാച്ചുണ്ടല്ലോ. ബാബ തൻ്റെ ജീവിതത്തെ ഇത്ര ഉയർന്നതാക്കി മാറ്റി. അതിനാൽ സ്വതവേ ആയിരക്കണക്കിന് സഹോദരീ സഹോദരന്മാർ സിനിമയ്ക്ക് പോവുക, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക, വ്യർത്ഥമായ കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കുക, ഇതൊക്കെ ഉപേക്ഷിച്ചു. ഇപ്രകാരം കർമ്മേന്ദ്രിയങ്ങളിൽ നിയന്ത്രണം വന്ന ലാളിത്യം നിറഞ്ഞ ജീവിതത്തിലേക്ക്, ആത്മീയ ഉന്നതിയിലേക്കും സാമ്പത്തികമായി മെച്ചപ്പെടുത്തലുമുണ്ടായി. ധൂർത്ത് കുറയുമ്പോൾ അനാവശ്യ ചെലവുകൾ കുറയുന്നതിലൂടെ തന്നെ സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകുകയാണ്. പൈസയുടെ വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നവർ ജീവിതത്തിൽ ഇപ്രകാരം നിയന്ത്രണമുള്ള ലാളിത്യമുള്ള ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പൈസയുടെ പ്രശ്നം ഇല്ലാതായി. അവർക്ക് പൈസ വ്യർത്ഥമാക്കി കളഞ്ഞിരുന്നവർ അതിൽ നിന്ന് ആ ധനത്തെ ലോകമംഗളാർത്ഥം ഉപയോഗിക്കാൻ തുടങ്ങി. അതിനാൽ അവർക്ക് സന്തോഷവും വർദ്ധിച്ചു. ബാബ ധനത്തെ മെച്ചപ്പെടുത്തിയെന്ന് മാത്രമല്ല, സങ്കല്പങ്ങളെയും മെച്ചപ്പെടുത്താൻ കുട്ടികളെ പഠിപ്പിച്ചു. വാക്കുകളും വ്യർത്ഥമാകാതിരിക്കാൻ ഓരോ വാക്കുകളിലും ശക്തി നിറയ്ക്കാനുമുള്ള സന്ദേശം ബാബ നൽകി.
സർവരുടെയും ശുഭചിന്തകനായിരുന്നു ബാബ. बाबा कभी भी किसी का അശുഭ വ അമംഗൾ നഹി സോച്ച്തേ. ബാബ ഒരിക്കലും ആരുടെയും അശുഭമോ അമംഗളമോ ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. ആരുടെ അശുഭവും അമംഗളവും. മറ്റുള്ളവർക്കും ബാബ സദാ ഈ ശിക്ഷണം നൽകിയിരുന്നു. ആരുടെയും ഒരു അമംഗളത്തെക്കുറിച്ചും താങ്കൾ ചിന്തിക്കരുത്. ഒരിക്കലും അശുഭ വാക്കുകൾ വായിക്കൊണ്ട് പറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, ബാബ എപ്പോഴും പറയുമായിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നു, ഏത് ഈശ്വരീയ വിദ്യാർത്ഥികൾക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുമ്പോഴും ആദ്യം മനസ്സിൻ്റെ ഉള്ളിൽ ശിവബാബയെ ഓർമ്മിച്ച് പറയണം. ബ്രഹ്മബാബ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു, എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം. ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് മുമ്പ് അവരവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശിവബാബയോട് സംസാരിക്കണം. ബാബ, ഈ ആത്മാവ് എങ്ങനെയായാലും ബാബയുടെ ഈ ജ്ഞാനം മനസ്സിലാക്കണം. ഈ ആത്മാവിൻ്റെ ഉള്ളിലെ ബുദ്ധിയുടെ പൂട്ട് തുറക്കട്ടെ. ഈ ആത്മാവിന് മംഗളമുണ്ടാകട്ടെ. അതിനുശേഷം ബാബ പറയും, താങ്കൾ യോഗയുക്ത അവസ്ഥയിലിരിക്കണം. തൻ്റെ ആത്മീയ ദൃഷ്ടി മുന്നിലിരിക്കുന്ന ആത്മാവിന് കൊടുക്കണം. യോഗദാനം ചെയ്യണം. അതിലൂടെ അവരുടെ മനസ്സ് നിർമ്മലമാക്കണം. അതിനുശേഷം വേണം ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ. എങ്കിലേ ആ വിത്തുകൾ മുളയ്ക്കുള്ളൂ. യോഗത്തിലൂടെ ബാബ എന്തു പറഞ്ഞു? താങ്കൾ ബാബയുമായി യോഗം വയ്ക്കണം, എന്നിട്ട് ആത്മാവിന് ദൃഷ്ടി കൊടുക്കണം. എങ്കിലേ ജ്ഞാനത്തിൻ്റെ ബീജം താങ്കൾ വിതയ്ക്കുമ്പോൾ അത് മുളയ്ക്കുകയുള്ളൂ. നോക്കൂ, ബ്രഹ്മബാബ ഓരോരോ ആത്മാവിനെ പ്രതിയും എത്ര ശുഭചിന്തകനായിരുന്നു എന്ന്. ബാബ കേവലം പുതിയ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ മേൽ മാത്രമായിരുന്നില്ല ബാബ പരിശ്രമിച്ചിരുന്നത്. പുതിയ കുട്ടികളുടെ മേൽ മാത്രമല്ല, പഴയവർക്ക് വേണ്ടിയിട്ടും ബാബ വളരെയധികം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. ചില കുട്ടികൾ കുറച്ച് നാൾ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ചതിന് ശേഷം ഏതെങ്കിലും സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ സ്വന്തം മനസ്സിൻ്റെ ചഞ്ചലത കാരണം ജ്ഞാനം വിട്ടിട്ട് പോയിട്ടുണ്ടാവും. അവരെക്കുറിച്ച് ബാബ പറയുമായിരുന്നു, മക്കളെ, നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകൂ. അവർ ഏതോ ആലസ്യം ബാധിച്ചിരിക്കുകയാണ്. അജ്ഞാന നിദ്രയിൽ നിന്ന് അവരെ പോയി ഉണർത്തും. ബാബ പറഞ്ഞിരുന്നു, ഈ ഈശ്വരീയ ജ്ഞാനം വിട്ടിട്ട് പോയ പാവം അവരെവിടെ പോകാനാ? അവർക്ക് എങ്ങനെ മംഗളം ഉണ്ടാകും? അവർ മായയുടെ അടുത്ത് മായയുടെ പിടിയിൽ പെട്ട് കിടക്കുന്നുണ്ടാവും. അവരുടെ ഏതെങ്കിലും പൂർവ്വ സംസ്കാരം കാരണം മായയുടെ പിടിയിൽ പെട്ടുപോയതാ. അതിനാൽ വിലയേറിയ ഈശ്വരീയ ഖജനാവിൻ്റെ ലാഭമെടുക്കാതെ മായയുടെ പിടിയിൽ കുടുങ്ങിക്കിടക്കാണ്. പക്ഷേ താങ്കൾ കുട്ടികൾ പോയി ആ ആത്മാവിന് സന്ദേശം നൽകി, സ്മൃതി ഉണർത്തി, അവരെ ബോധവാന്മാരാക്കി ബാബയുടെ അടുത്തേക്ക് വീണ്ടും ക്ഷണിക്കൂ. അങ്ങനെ നിങ്ങൾ അവരെ വീണ്ടും ഉണർത്തുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ കലിയുഗി ദുഃഖമയ ലോകത്തുനിന്ന് അടി കിട്ടാതെ ഇനിയെങ്കിലും അവർ ഉണർന്ന് ബാബയുടെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ. इसलिए बाबा कहते कि आप बच्चे अपना कर्तव्य करते चलो. ബാബ പറഞ്ഞിരുന്നു, മക്കളെ, നിങ്ങൾ നിങ്ങളുടെ സേവനം ചെയ്തുകൊണ്ട് പോകും. ഉണർത്തുന്ന സേവനം നിങ്ങൾ ചെയ്തുകൊണ്ട് പോകും. ഉണരേണ്ടവർക്ക് എപ്പോൾ ഉണരണമെന്ന് തോന്നുന്നു ഉണരട്ടെ. പക്ഷെ ഉണർത്തുന്ന സേവനം നിങ്ങൾ എൻ്റെ മക്കൾ ചെയ്യും.
बाबा इतने विशाल हृदय वाले तथा ശുഭചിന്തക് थे. ഇത്രയധികം ബാബയ്ക്ക് ശുഭചിന്തന ഉണ്ടായിരുന്നു, പുതിയ കുട്ടികളെ പ്രതിയും പഴയ ആത്മാക്കളെ പ്രതിയും. ജിൻ മാതാവും കന്യാവും കോ, ഏത് വീടുകളിലാണോ അമ്മമാരെയും കന്യകമാരെയും ലൗകിക ബന്ധുക്കൾ ജ്ഞാനം കേൾക്കാൻ വരുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നത്, അവരെ ഉപദ്രവിച്ചിരുന്നത്, ബുദ്ധിമുട്ടിച്ചിരുന്നത്, അവരെ പ്രതി ബാബ പറഞ്ഞിരുന്നു, മക്കളെ, ആ ആത്മാക്കൾക്ക് ആരാണോ നിങ്ങളോട് അപകാരം കാണിക്കുന്നത്, അന്യായമായി പെരുമാറുന്നത്, ഉപദ്രവിക്കുന്നത്, അവരുടെയും ജ്ഞാന ദാന സേവനം യോഗദാനം ചെയ്ത് അവർക്കും മംഗളം ഉണ്ടാക്കാനുള്ള പുരുഷാർത്ഥം താങ്കൾ കുട്ടികളെ ചെയ്യൂ. നിങ്ങളെ ഉപദ്രവിച്ചവരോട് മക്കളെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കരുത്. അവർ പരമാത്മാ പിതാവിനെ തിരിച്ചറിയാതെ ചെയ്യുകയാണ്, ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വം അറിയാത്തവരാണ്. അതിനാൽ അജ്ഞാനത്തിന് വശപ്പെട്ട് അവർ താങ്കളെ ഉപദ്രവിക്കുകയാണ്. താങ്കൾ സദാ ശുഭചിന്തകനായിരിക്കൂ. അവസാനം ഒരു ദിവസം വരും, ആ ആത്മാവും ഉണരും. ആര് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കും ഉണർവുണ്ടാക്കും. ദേഖിയേ തോ ബാബ, നോക്കൂ, ബാബയുടെ മക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവരെ പ്രതി പോലും ബാബ ശുഭചിന്തകനായി ഇത്രയും നല്ല പാഠം നൽകി. ജിൻസേ കി ദുഃഖ മിൽത്താ രഹാ ഹോ, ആരാണ് ദുഃഖം കൊടുത്തുകൊണ്ടിരുന്ന തൻ്റെ മക്കൾക്ക്, അവരെ പ്രതി പോലും ബാബ ഇത്ര ശുഭചിന്തകനായിരുന്നു. സഭി കെ ശുഭചിന്തക് ബൻ ബാബ രാത് രാത് ഭർ, ഇപ്രകാരം എല്ലാ മക്കൾക്കും ശുഭചിന്തനം കൊടുത്തുകൊണ്ട് ബാബ രാത്രികളിൽ ഉറക്കം ത്യാഗം ചെയ്ത് മനുഷ്യാത്മാക്കളെ പാവനമാക്കുന്ന കാര്യത്തിൽ യോഗയുക്തമായി പ്രഭു സന്ദേശം കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുന്നതിന് വരും കാലദിനങ്ങളിൽ എങ്ങനെ ജ്ഞാനസേവനം പുതിയ വിധികളിലൂടെ പുതിയ ഏർപ്പാടുകൾ ചെയ്യണം, അതിനുവേണ്ടി രാത്രികളിലും ബാബ ഉറക്കം ത്യാഗം ചെയ്തുകൊണ്ട് ഉണർന്നിരുന്ന് ചിന്തനം ചെയ്തുകൊണ്ടിരുന്നു. ചില സമയത്ത് പറയും, ബാബ മക്കളെ, നിങ്ങൾ ശിവബാബയുടെ ക്ഷേത്രങ്ങളിലേക്ക് പോകും, ശിവഭക്തർക്ക് ബാബയുടെ പരിചയം കൊടുക്കും. ചിലപ്പോൾ പറഞ്ഞിരുന്നു, ബാബ കൃഷ്ണ ഭക്തരുടെ അടുത്തേക്ക് പോകും, കൃഷ്ണൻ വീണ്ടും വരാൻ പോകുന്ന സന്ദേശം അവരെ കേൾപ്പിക്കൂ. ചില സമയത്തും പറയും, ബാബ അന്യ മതത്തിൽ പെട്ടവരുടെ അടുത്തേക്ക് പോകൂ, അവർക്കും പ്രഭുവിൻ്റെ പരിചയം കൊടുക്കൂ, അതിനുള്ള വിധികളും യുക്തികളും കണ്ടുപിടിക്കും. ചില സമയത്ത് പറയും, ബാബ ദീപാവലി, ജന്മാഷ്ടമി, ശിവരാത്രി, ദസറ, ഹോളി തുടങ്ങിയ ഉത്സവങ്ങളെല്ലാം വിശാല രൂപത്തിൽ ആഘോഷിക്കൂ, ആൾക്കാരെ ക്ഷണിക്കൂ, ഈ അവസരങ്ങളിലെല്ലാം നല്ല പ്രോഗ്രാമുകൾ വയ്ക്കൂ. ഓരോ അവസരങ്ങളും സേവനത്തിനായി ഉപയോഗിക്കൂ. ഓരോ പ്രൊഫഷനിലുള്ളവർക്കും ഏതേത് മതങ്ങളിലും ജാതികളിലും വിശ്വാസ പ്രമാണങ്ങളിലും സഞ്ചരിക്കുന്നവരുണ്ടോ അവർക്കൊക്കെ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നതിനുള്ള വിധി ബാബ പഠിപ്പിച്ചു തന്നിരുന്നു. അതായത് ജീവിതത്തിൽ ഒരു ചോദ്യവും ഇങ്ങനെ ഉണ്ടാകില്ല ബാബ ഉത്തരം തരാത്തത്, സമൂഹത്തിൽ ഒരു വിഭാഗവും ഉണ്ടാകില്ല ബാബ അവരുടെ സേവനത്തെക്കുറിച്ച് സൂചന തരാത്തത്. അത്രത്തോളം ജ്ഞാനത്തിൻ്റെ പ്രകാശം പകർന്നു തന്നിട്ടാണ് ബ്രഹ്മബാബ പോയത്. ഏ സബ് വോ ഇസ്ലേ കർത്തേ, ഇതൊക്കെ ബാബ എന്തിനാ ചെയ്തിരുന്നേ? അതായത് ബാബയുടെ ഉള്ളിലെ ശുഭചിന്തന ഇത്രത്തോളമായിരുന്നു, ഒരാത്മാവ് പോലും
ഈ വിശ്വത്തിൽ ഒരാത്മാവ് പോലും ഈശ്വരീയ ജ്ഞാനത്തിൽ നിന്ന് വഞ്ചിക്കപ്പെടരുത്. बाबा को लोक कल्याण का इतना विचार रहता था. ലോകമംഗളത്തെ പ്രതി ഇത്രയധികം ചിന്തനം ബാബയ്ക്കുണ്ടായിരുന്നു. എല്ലാ കുട്ടികളോടും പറഞ്ഞിരുന്നു, ബാബ മക്കളെ, ഒരു തരത്തിലുള്ള കർമ്മവും നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഒരു വാക്കും ഇങ്ങനെയുള്ളത് പറയരുത്. നിങ്ങളുടെ ഒരു വാക്കോ കർമ്മമോ കാരണം മറ്റാർക്കും വീഴ്ചയുണ്ടാക്കരുത്. വേ സ്വയം തോ സദാ, ബാബ സ്വയം സദാ ശുഭചിന്തകനായി സേവനങ്ങളിൽ മുഴുകി. എല്ലാ മക്കളോടും പറഞ്ഞിരുന്നു, ദേഖോ ബച്ചേ, ഭഗത് ഉസ് പ്രഭു കോ പുകാർ രഹേ ഹെ. ഭക്തരെല്ലാം പ്രഭുവിനെ വിളിക്കുകയാണ്. ആ പ്രഭു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭക്തർക്കൊന്നും അറിയുന്നില്ല. നിങ്ങൾ ആ ഭക്തരുടെ വിളി കേൾക്കുന്നില്ലേ മക്കളെ? ഏകാന്തതയിലിരിക്കൂ. അപ്പോൾ താങ്കൾക്ക് എല്ലാവരുടെയും വിളി കേൾക്കാൻ കഴിയും. പാവം പ്രഭുവിനെ വിളിക്കുകയാണ്. പരമാത്മാവിനെ കാണാനുള്ള ദാഹത്തിൽ അലയുകയാണ്. എന്താ മക്കളെ, നിങ്ങൾ പോയി ശിവസന്ദേശം അവർക്ക് കൊടുക്കില്ലേ? ബാബയുടെ നിർദ്ദേശങ്ങളും പരിചയവും കൊടുത്ത് ആ ഭക്താത്മാക്കളെ തൃപ്തിപ്പെടുത്തും മക്കളെ. നിങ്ങൾ എൻ്റെ കുട്ടികൾ ഇത് ചെയ്യില്ലേ? ഇപ്രകാരം സ്വയം ബാബ ശുഭചിന്തകനായി മക്കളെയും ശുഭചിന്തകരാക്കി ശുഭചിന്തനങ്ങളിൽ മുഴുകാൻ പഠിപ്പിച്ചിരുന്നു. അപാരമായ ഉത്സാഹവും അപാര ധൈര്യവുമായിരുന്നു ബാബയ്ക്ക്. അടുത്ത പോയിന്റ്, बहुत कोशिश करने पर यदि कोई कार्य संपन्न न होता तो भी, വളരെ പരിശ്രമിച്ചിട്ടും ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വന്നാലും ബാബ അന്തിമ നിമിഷം വരെ അത് നേടിയെടുക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യുകയും ചെയ്തിരുന്നു, ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. പുരുഷാർത്ഥത്തിൻ്റെ അങ്ങേയറ്റം വരെ, ലാസ്റ്റ് അതിർത്തി വരെ എത്തണം എന്നതായിരുന്നു ബാബയുടെ സ്ലോഗൻ. അത്ര അപാരമായ ധൈര്യമായിരുന്നു ബാബയ്ക്ക്. ഉണർവോടും ഉത്സാഹത്തോടും ബാബ പുരുഷാർത്ഥം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു, കാര്യം നേടിയെടുക്കും വരെ. ബാബയിൽ ഇത് രണ്ടും കണ്ടിരുന്നു, ധൈര്യവും അതേപോലെ ലക്ഷ്യം നേടിയെടുക്കും വരെയുള്ള ഉത്സാഹവും. സ്പഷ്ടമായിരുന്നു ഇത് രണ്ടും. കഭി ഭി കിസിനെ ഉമംഗ് ഉന്മേ ഉത്സാഹക്കി കമി, ഒരിക്കലും ബാബയിൽ ഉണർവിൻ്റെ ഉത്സാഹത്തിൻ്റെ കുറവാർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ പോലും ബാബയുടെ മുഖം ആരും ഉദാസീനമായി കണ്ടിട്ടില്ല. ധൈര്യം നഷ്ടപ്പെട്ട, പരാജയപ്പെട്ട അല്ലെങ്കിൽ ആലസ്യം ബാധിച്ച മുഖവും ബാബയിൽ കണ്ടിട്ടില്ല. ഒരു കാര്യവും ബാബ പകുതിയിലിടില്ല, അപൂർണമാക്കില്ല. കാര്യം പൂർത്തിയാക്കി റിസൾട്ട് ഉണ്ടാക്കും വരയ്ക്ക്, റിസൾട്ട് പുറത്ത് കൊണ്ടുവരുന്നത് വരയ്ക്കും ബാബ വിടില്ല. ബാബയ്ക്ക് ഇഷ്ടവുമായിരുന്നില്ല ഏതെങ്കിലും കാര്യം പകുതിയിലിടുന്നത്. അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ബാബ വീണ്ടും വീണ്ടും മക്കളോട് പറഞ്ഞ് ധൈര്യം പകർന്ന് ആ കാര്യത്തിൽ സഫലത നേടിയെടുക്കുന്നത് വരെ കുട്ടികളെ കൊണ്ട് ആ കാര്യത്തിൽ മുഴുകാൻ പറയുമായിരുന്നു. മുൻപൊരു ഭാഗത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ രജോരി ഗാർഡനിൽ ഭൂമി വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച്. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ തടസ്സമുണ്ടായപ്പോൾ ബാബയുടെ മനോബലമോ ഉത്സാഹമോ അല്പം പോലും കുറഞ്ഞില്ല.
അതിൻ്റെ ഫലം എന്തായി? ബാബ ഓഫീസുകൾ തോറും പോയി കാര്യം നേടിയെടുക്കാൻ പറഞ്ഞു. അവസാനം സർക്കാർ ആ ഭൂമി വിട്ടു. ആ ഭൂമിയിലാണ് ഇന്ന് ബാബയുടെ സുന്ദരമായ ഭവനം നിലനിൽക്കുന്നത്, സേവനവും നടക്കുന്നത്. कुछ व्यक्ति ऐसे भी ईश्वरीय ज्ञान प्राप्त करने आते तो जो कि उच्च नियमों में अथवा ब्रह्मचर्य की धारणा में. മറ്റൊന്ന്, ബാബയുടെ അടുത്ത് വരുന്ന മക്കളിൽ, ജ്ഞാനം കേൾക്കുന്നവരിൽ ചിലർക്ക് ഉയർന്ന ഈശ്വരീയ നിയമങ്ങൾ പാലിക്കാൻ, ബ്രഹ്മചര്യ വ്രതം ധാരണ ചെയ്യാൻ ഇതിനൊന്നും കഴിയാതിരുന്നു. അവർ ബാബയോട് തുറന്ന് പറയുമായിരുന്നു, ബാബ, ഈശ്വരീയ നിയമങ്ങളുടെ മര്യാദകളുടെ ധാരണയുടെ കാര്യത്തിൽ ഞാൻ ലൂസാണ്, ശ്രമിച്ചിട്ടും വീണു പോകുകയാണ്. അപ്പോൾ ബാബ പറയുമായിരുന്നു, മക്കളെ, നിങ്ങളുടെ യോഗം പോരാ, മെഡിറ്റേഷൻ ശരിയല്ല, രണ്ടാമത്തത് നിങ്ങളുടെ കൂട്ടുകെട്ട് ശരിയല്ല, സംസ്കാരവും ചിലത് വളരെ മോശമായിട്ടുണ്ട്. പോട്ടെ, സാരമില്ല, പരിശ്രമിക്കൂ, ധൈര്യം കൈവിടരുത്, മായയുമായി യുദ്ധം അവസാനം വരെ ചെയ്യണം. ധൈര്യം കൈവിടല്ലേ മക്കളെ, ഭീരുക്കളെ പോലെ പിന്തിരിയരുത്, തോറ്റുപോകരുത്, രാജ്യഭാഗ്യം നഷ്ടപ്പെടുത്തരുത്. ഇനിയും എഴുന്നേക്കൂ, വീണെങ്കിൽ പോട്ടെ, സാരില്ല, എഴുന്നേക്കൂ, ദൃഢതയോടെ പ്രതിജ്ഞ ചെയ്യൂ, ശിവബാബയോട് സംസാരിക്കൂ. ബാബ നിങ്ങൾക്ക് ശക്തി പകരും. പുരുഷാർത്ഥം കൈവിടരുത്, പിന്നെ എങ്ങനെ സദ്ഗതി ഉണ്ടാകും? ഇപ്രകാരം പല മാതാക്കളും ബാബയോട് തുറന്നു പറയുമായിരുന്നു, ബാബ, ബ്രഹ്മചര്യം പാലിച്ച് ജീവിക്കാൻ പതി അനുവദിക്കുന്നില്ല, ഉപദ്രവിക്കുകയാണ്, വളരെയധികം സഹിക്കേണ്ടി വരുന്നു. അപ്പോഴും ബാബ പറയുമായിരുന്നു, കുഞ്ഞെ, ധൈര്യം കൈവിടണ്ട, ഓരോ ദിവസം കഴിയും തോറും ശിവബാബയെ വളരെ നല്ലപോലെ ഓർമ്മിക്കൂ. ബാബയോട് പറയൂ, ബാബ, ഞാൻ പവിത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ബാബയോട് തുറന്നു പറയൂ, ബാബ ശക്തി തരും, ബാബയുടെ ശക്തി നൽകും. ആ ശക്തിയാൽ പതിക്ക് സദ്ബുദ്ധി ഉണ്ടാക്കും, ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. പക്ഷേ ശിവബാബയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. മോചനം കിട്ടുന്നത് വരയ്ക്ക് യോഗശക്തിയുടെ പ്രയോഗം ചെയ്യൂ. ഇപ്രകാരം ശിവബാബയുടെ മുന്നിൽ നിങ്ങൾ ഡെയിലി ആപ്ലിക്കേഷൻ ഇടൂ, നിവേദനം സമർപ്പിക്കൂ. ഈ നിങ്ങളുടെ സൂക്ഷ്മമായ ഈ നിവേദനങ്ങൾ ബാബയുടെ ഫയലിൽ നിറയും. തീർച്ചയായും ബാബ നിങ്ങൾക്ക് ശക്തി നൽകും. കുഞ്ഞെ, ഒരിക്കലും ധൈര്യം കൈവിടരുത്. ബാബ വളരെയധികം ശക്തി നൽകും, സഹിക്കാനുള്ള ശക്തി നൽകും. ഇത്ര ഉയർന്ന പ്രാപ്തിക്ക് വേണ്ടി അല്പം സഹിക്കേണ്ടി വരുന്നത്, ആ സഹനം എത്ര കൂടുതലാണെങ്കിലും അത് നിങ്ങൾ വലുതായിട്ട് വിചാരിക്കേണ്ട. കാരണം ഈ സഹനത്തിലൂടെ നേടിയെടുക്കുന്നത് വലിയ പ്രാപ്തിയാണ്. ഓം ശാന്തി. ഇത്ര സർവശ്രേഷ്ഠ പ്രേരണകളാണ് ബാബ മക്കൾക്ക് നൽകി ധൈര്യശാലികളാക്കി മുന്നോട്ട് നയിച്ചത്. അതിലൂടെയല്ലേ നമ്മുടെ ബാബ വളർത്തിയെടുത്ത മക്കൾ, ദാദിമാരെല്ലാം, അമ്മമാരെല്ലാം, കന്യകമാരെല്ലാം അല്ലേ ഈ മഹായജ്ഞത്തിൻ്റെ ആധാരശിലകളായിട്ട് മാറിയതിൻ്റെ കാരണം അവരത്ര ത്യാഗപൂർണമായ രീതിയിലാണ് തങ്ങളുടെ ജീവിതത്തെ പരിപക്വമാക്കിയെടുത്തത്, ബന്ധനമുക്തമാക്കിയെടുത്തത്. അതുകൊണ്ടാണ് അവരുടെ ഈ വിലയേറിയ ത്യാഗമാണ് അവർക്ക് വളരെയധികം സേവനങ്ങളുടെ ഫൗണ്ടേഷൻ ഈ വിശ്വത്തിലുണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം. ഓം ശാന്തി.